ചോദിച്ചോളൂ. ഡൽഹിയിലെ പൂർണ്ണ അധികാരത്തിനെ പറ്റി വാചാലരാകുന്ന നിങ്ങൾ വെച്ചാൽ AIP കാശ്മീരിന്റെ അധികാരം എടുത്തു കളഞ്ഞതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു? അതിനെതിരെ എന്ത് പ്രതികരണമാണ് നടത്തിയത്? ഇതാണ് ഒരു ചോദ്യം. ഓക്കെ 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 കൃഷ്ണകുമാർ, നമസ്കാരം. അത് കാശ്മീരിന്റെ പൂർണ്ണാധികാരം എന്നുള്ളതല്ല, കാശ്മീരിന്റെ പ്രത്യേക അധികാരവും പൂർണ്ണാധികാരവും രണ്ടും രണ്ടാണ്. അങ്ങനെ പ്രത്യേക അധികാരങ്ങളല്ല, എല്ലാ സംസ്ഥാനങ്ങളും കൃത്യമായ അധികാരങ്ങൾ വേണമെന്നുള്ള അംബേദ്കറിന്റെ നയം തന്നെയാണ് ആം ആദ്മി പാർട്ടി മുൻപോട്ട് വയ്ക്കുന്നത്. ആം ആദ്മി പാർട്ടി പ്രത്യേക അധികാരങ്ങൾക്ക് അപ്പുറം പൂർണ്ണാധികാരം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. അതിന്റെ ഇതിലാണ് ഡൽഹിക്ക് പൂർണ്ണാധികാരം വേണമെന്ന് പറയുന്നത്. അതേപോലെ കാശ്മീരിന്റെ പൂർണ്ണാധികാരം എടുത്തു കളയാനുള്ള ആ ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. പ്രത്യേക അധികാരത്തിനപ്പുറം പൂർണ്ണാധികാരം നിലനിർത്തണമെന്നാണ് ആം ആദ്മി പാർട്ടി എല്ലാ കാലത്തും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ആവശ്യത്തിൽ പൂർണ്ണാധികാരം എടുത്തു കളയാനായിട്ട് കൊണ്ടുവന്ന ആ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ നിലപാടിൽ ആം ആദ്മി പാർട്ടി ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ പൂർണ്ണ അധികാരങ്ങൾ ആവശ്യമാണ്. ആ പൂർണ്ണ അധികാരങ്ങളെ നിലനിർത്തി മുമ്പോട്ട് പോവുക തന്നെ വേണമെന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. കമന്റ് ബോക്സിലുള്ള ചോദ്യം ചോദിച്ചോളൂ. ഞാൻ പറയട്ടെ ഒരു കാര്യം പറയാം. ഇൻസിഡന്റ് ഒരു ചോദ്യത്തിന് ശേഷം 2 ഗസ്റ്റുകളിലേക്കാണ് അടുത്ത് പോകുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് കമന്റിന്റെ ചോദ്യം എടുക്കാം. ഇൻസിഡന്റ് ചോദിച്ചോളൂ, ശേഷം കമന്റിൽ ടോട്ടൽ 3 എണ്ണം ഉള്ളത്. അതിൽ 1 ഇപ്പൊ ചോദിക്കാം, ബാക്കി ഓർഡർ അനുസരിച്ച് പിന്നെ ചോദിക്കാം. ഇത് ശുഭചേച്ചിയുടെ ക്വസ്റ്റ്യൻ ആണ്. ദില്ലിയില് കലാപം നടത്തിയ അമാനത്തുള്ള ഖാൻ അറിയാൻ തോന്നുന്നു. പുള്ളി പോലീസ് തന്നെ പുള്ളിനെ ഡിഫൈൻ ചെയ്ത് പ്രോബ്ലമാറ്റിക് ആയ പ്രശ്നമുള്ള ഒരാളെന്നുള്ള രീതിയിലാണ്. പുള്ളിക്ക് എന്തുകൊണ്ട് വീണ്ടും ഇലക്ഷൻ ടിക്കറ്റ് കൊടുത്തു ആം ആദ്മി? ആ നടപടി ശരിയായിരുന്നോ? ഓക്കെ. ഡൽഹിയിലെ കലാപത്തിന്റെ ഭാഗമായിട്ട് അമാനത്തുള്ള ഖാൻ വന്നിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യമായ കാര്യമാണ്. പോലീസ് ആരെയൊക്കെ എവിടെയൊക്കെ പ്രതിപട്ടികയിൽ ചേർത്തു എന്നുള്ള മറ്റൊരു കാര്യം. ഡൽഹി കലാപവുമായിട്ട് ആം ആദ്മി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. ആ കലാപം അടിച്ചമർത്തുവാനായിട്ട് ആം ആദ്മി പാർട്ടി എടുത്ത ശ്രമങ്ങൾ ഒരു കലാപത്തെ അടിച്ചമർത്താൻ പറ്റുന്ന യാതൊരുവിധ ടൂളുകൾ, അത് പോലീസാകാം, മറ്റ് സംവിധാനങ്ങളാകാം, അതോ യാതൊന്നുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം 4 ദിവസം കൊണ്ട് ഒരു കലാപത്തെ അവസാനിപ്പിച്ചത് എങ്ങനെയെന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡൽഹി കലാപം ആരംഭിച്ചപ്പോഴത്തേക്ക് 2ാം ദിനം തന്നെ അമിത്ഷായുമായിട്ട് മീറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ സമയവും ചോദിച്ചു. 3ാം ദിവസം അമിത്ഷായെ കണ്ട് കൃത്യമായിട്ട് ആവശ്യപ്പെട്ടു ഡൽഹി കലാപം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഡൽഹി കലാപം അടിച്ചമർത്താനായിട്ട് യാതൊരു ശ്രമവും നടത്താവുന്നപ്പോൾ കേന്ദ്രസേനയെ ഡൽഹിയിലേക്ക് ഇറക്കണമെന്ന ആവശ്യം അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വെച്ചു. ആ ശ്രമങ്ങളും അവർ അംഗീകരിക്കാതെ വന്നപ്പോഴത്തേക്കാണ് രാജ്ഘട്ടിലോട്ട് പോയിട്ട് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ഗാന്ധി സമാധിക്ക് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥന നടത്തുകയും ഡൽഹി കലാപം അടിച്ചമർത്തുവാനായിട്ട് കേന്ദ്രസേനയെ ഇറക്കിയത് അടിച്ചമർത്തുവാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത പക്ഷം അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ആ പ്രഖ്യാപനം നടന്ന അന്ന് രാത്രിയോടുകൂടി ഡൽഹി കലാപം അവസാനിക്കുകയും ചെയ്തു. നമ്മൾ പണ്ട് കൽക്കത്തയില് സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായ കലാപത്തില് കൽക്കത്തയില് മഹാത്മാഗാന്ധി നിരാഹാര സമരത്തിലേക്ക് കൽക്കട്ട കലാപം അടിച്ചമർത്താനായിട്ട് ആവശ്യപ്പെട്ട നിരാഹാര സമരത്തിൽ നിന്നപ്പോഴത്തേക്ക് അന്ന് മൗണ്ട് ബാറ്റൻ പറയുകയുണ്ടായി, 60,000-ഓളം വരുന്ന പട്ടാളക്കാരെ ഉപയോഗിച്ച് പഞ്ചാബിലെ സമരം ഞങ്ങൾക്ക് അടിച്ചമർത്താൻ സാധിച്ചില്ല. പക്ഷെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഏക വ്യക്തി കൽക്കത്തയിലെ കലാപം ഇല്ലാതാക്കി തന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പുറത്ത് നിന്ന്. അതേപോലെ നിശ്ചയദാർഢ്യത്തിന്റെ പുറത്ത് ഡൽഹി കലാപം 4ാം ദിവസം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ആം ആദ്മി പാർട്ടിയുടെ വിജയമാണ്. യാതൊരുവിധ ആയുധങ്ങളും കയ്യിലില്ലാതെ സഹന സമരത്തിലോട്ട് കടക്കുമെന്നുള്ള ഒരൊറ്റ പ്രഖ്യാപനത്തോടു കൂടി തന്നെ ഡൽഹി സമരം അടിച്ചമർത്താൻ സാധിച്ചു. ആരാണോ ഡൽഹി സമരത്തിന് തുടക്കം കുറിച്ചത്, അവരാ ഡൽഹി കലാപത്തിന് തുടക്കം കുറിച്ചത്, അവരാ കലാപം പിൻവലിച്ചു എന്നുള്ളതാണ് അതിലെ വസ്തുത. ഇല്ല എങ്കിൽ അത് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ സഹന സമരത്തിലോട്ട് പോകുന്നു. അത് ഇന്ത്യ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായിട്ട് എഴുതി ചേർക്കാൻ പോകുന്നുള്ള ബോധ്യം കലാപം സംഘടിപ്പിച്ചവരുടെ മനസ്സിലേക്ക് വരികയും അവരത് കലാപം പിൻവലിക്കാൻ തയ്യാറാകുകയും ചെയ്തു. അവിടെ ഒരിക്കലും ആം ആദ്മി പാർട്ടിയുടെ ഒരു അംഗങ്ങൾ പോലും ആ കലാപത്തിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല. പിന്നെ BJP എന്താണോ ഉദ്ദേശിച്ചത്, ആം ആദ്മി പാർട്ടി കലാപകാരികളാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചിലരുടെയൊക്കെ കുറ്റവാളികളാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതല്ലാതെ കൃത്യമായിട്ട് കലാപത്തെ യാതൊരു ആയുധവുമില്ലാതെ നിരായുധനായി നിന്ന് അരവിന്ദ് കെജ്രിവാൾ 4ാം ദിവസം അവസാനിക്കുന്ന കാഴ്ച നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. ഓക്കെ, താങ്ക് യു. നമുക്കിനി 2 ഗസ്റ്റിന് ശേഷം ചാറ്റിലെ ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഇനിയിപ്പോ ഹഡ്സൺ ചേട്ടനും രവി ചേട്ടനും ശേഷം ചാറ്റിലെ ചോദ്യം. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ, ഞാൻ ചോദിക്കാൻ വന്നത്, ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആം ആദ്മിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തലില് വ്യാപകമായിട്ടുള്ള ഇത് ക്യാൻസൽ ചെയ്യേക്കാം. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വോട്ടേഴ്സിനെ ക്യാൻസൽ ചെയ്യുന്ന ഇത് ന്യൂഡൽഹി മണ്ഡലത്തിൽ മാത്രം 40,000-ഓളം ക്യാൻസലേഷൻ ഉണ്ടായതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് ഇലക്ഷന് മുന്നേ ഇത് ആം ആദ്മി നോട്ട് ചെയ്യാത്തതാണോ? ഇലക്ഷന് മുന്നേ
ആം ആദ്മി നോട്ട് ചെയ്തതായിട്ട് ഞാൻ ആ, എവിടെയും കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ എൻ്റെ ചോദ്യത്തിന് വാല്യൂ ഇല്ല. പക്ഷെ ഇത്രയും വലിയൊരു സംഖ്യ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ അതൊരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി അത് നോട്ട് ചെയ്യേണ്ടത് തന്നെ അല്ലേ? അത് ഇലക്ഷന് മുന്നേ തന്നെ അതിനുള്ള നടപടി എടുക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു നടപടി എന്തെങ്കിലും എടുത്തിരുന്നോ ആം ആദ്മി? ഇത്രയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ക്യാൻസലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ അതിനെതിരെ എന്തെങ്കിലും പ്രതികരണം ആം ആദ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? നമസ്കാരം. കൃത്യമായൊരു ചോദ്യമാണ്. പക്ഷെ അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ആം ആദ്മി പാർട്ടി ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഓരോ മണ്ഡലങ്ങളിലെ വ്യത്യസ്ത ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് ആദ്യ പത്രസമ്മേളനം നടന്നതെങ്കിൽ പിന്നീട് രാഘവ് ചന്ദയുടെ നേതൃത്വത്തിലും സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലും അതേപോലെ അഭിഷിയുടെ നേതൃത്വത്തിലും എല്ലാം ഇതേ വിഷയത്തിൽ പത്രസമ്മേളനം നടന്നിട്ടുള്ളതാണ്. അതില് കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടി വെറുതെ പത്രസമ്മേളനം നടത്തിയ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെയും കൂട്ടിച്ചേർക്കപ്പെട്ടവരുടെയും ലിസ്റ്റുകൾ വെച്ചുകൊണ്ട് ഒഴിവാക്കപ്പെട്ട പല വ്യക്തികളെയും ആ വേദിയിൽ എത്തിച്ചുകൊണ്ട് ഇന്ന വ്യക്തികളുടെ പേരുകൾ ഒഴിവാക്കി അവർ ജീവനോടെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയും കൃത്യമായ രേഖകൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ നൽകുകയും ചെയ്തതാണ്. ഇലക്ഷൻ കമ്മീഷൻ അവിടെ നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു. മറ്റൊന്ന്, സഞ്ജയ് സിംഗ് ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയം കൃത്യമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കേണ്ട ഇലക്ഷന് മുന്നേ തന്നെ. അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുമോ ആ സ്ഥലങ്ങളിലെല്ലാം ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദനായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി കൃത്യമായിട്ട് പറയുന്നത് ഭരണകൂട സംവിധാനങ്ങളെയും ഇലക്ഷൻ കമ്മീഷനെയും ദുരുപയോഗം ചെയ്തൊരു സംവിധാനം ഇവിടെ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ള ലക്ഷ്യം ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വയ്ക്കാനുള്ള കാര്യവും അതുതന്നെയാണ്. ഹഡ്സൺ ചേട്ടാ തുടർ ചോദ്യം ചോദിക്കേ. തുടർ ചോദ്യം നമ്മൾ അധികം ദീർഘിപ്പിക്കാതെ ചോദിക്കണം. ഇത്തരം ഈ ആം ആദ്മി എന്ന് പറഞ്ഞാൽ ഡൽഹി ഇപ്പൊ കേവലം ഒരു ഷോർട്ട് ടൈമിൽ രൂപം കൊണ്ടൊരു പാർട്ടിയാണ്. അപ്പൊ ഒരു പലതും ഈ ദേശീയ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നതിൽ പരിമിതികളുണ്ടാകും. അപ്പൊ ഈ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് തന്നെയല്ലേ ഇത്തരം ഒരു വിഷയത്തിലെങ്കിലും നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് കൂടുതൽ പോയിന്റ് ചെയ്യുന്നത്? കോൺഗ്രസിന് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് ആക്രമിക്കാതെയും കോൺഗ്രസുമായിട്ട് ഏറ്റവും നല്ല സൗഹാർദ്ദമായിട്ട് പോകേണ്ട ഒരു രാഷ്ട്രീയം തന്നെയല്ലേ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്? അത് നവീൻജിക്ക് എന്താണ് അഭിപ്രായം? ആം ആദ്മി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആക്രമിക്കാൻ മുതിരുന്നില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളും അവരുടെ നടത്തിപ്പ് രീതികളെയാണ് ആം ആദ്മി പാർട്ടി തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തെറ്റാണ് എന്ന് പറയുന്നത്. അല്ലാതെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നേട്ടാക്കണമെങ്കിൽ പിന്നെ ഈ ഒരു വിഷയത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായിട്ട് ഈ വിഷയത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നവരുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ മാത്രമേ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനും സാധിക്കത്തുള്ളൂ. ഇലക്ഷൻ പ്രചാരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ ആം ആദ്മി പാർട്ടി ഈ ജനാധിപത്യ ധ്വംസനം അവിടെ നടക്കുന്നത് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചിട്ടും ഇലക്ഷൻ പ്രചാരണ വേദികളിലൊന്നും തന്നെ കോൺഗ്രസ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ജനാധിപത്യ ധ്വംസനത്തിന് കോൺഗ്രസ് നിശബ്ദ പിന്തുണ കൊടുക്കുന്നു എന്ന് വേണം അത്തരം ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് അത് തുറന്നു കാട്ടേണ്ട ഒരു സമയത്ത് അവർ ആ വിഷയങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ കള്ളക്കഥകൾക്ക് പുറകെ പോയി BJP പടച്ചുവിടുന്ന കള്ളക്കഥകളുടെ പ്രചാരകനായിട്ട് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പോകുന്ന കാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് മുന്നിൽ അണിചേരാൻ തയ്യാറായിട്ട് വരുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും ചേർത്ത് മുമ്പോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. ആ നിലപാടിനൊപ്പം സഞ്ചരിക്കാനായിട്ട് ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. പോയി ഒരു രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതും ജനാധിപത്യത്തെ രക്ഷിക്കുക എന്നുള്ളതിന്റെയും അപ്പുറം സ്വന്തം പ്രസ്ഥാനത്തെ രക്ഷിക്കുക എന്നുള്ളത് മാത്രം ഉത്തരവാദിത്തമായിട്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകുമ്പോഴത്തേക്ക് അത് രാജ്യനന്മയ്ക്ക് വേണ്ടി ശരിയായ നിലപാടാണോ എന്ന് അവരാണ് പരിശോധിക്കേണ്ടത്. അവർ തിരുത്തി മുമ്പോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാവുന്നത്. ഇലക്ഷൻ കമ്മീഷന് കെജ്രിവാളൊക്കെ പരാതി കൊടുത്തു. ആ പരാതി അവർ സ്വീകരിച്ചു. അതിന് നടപടി മനസ്സിലായി ചോദ്യം. അത് എന്തുകൊണ്ടത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് വന്നത്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും അതിന്റെ അന്തസ്സത്തിൽ ഊന്നിയല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമായിട്ട് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ ഒന്നിച്ചു ചേരണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പിന്നെ അത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നുള്ള ചോദ്യത്തിന്
അത് മാത്രമല്ല, അങ്ങനെ ഒത്തിരി ഭരണഘടനാ വിരുദ്ധങ്ങളും ജനാധിപത്യ വിരുദ്ധങ്ങളുമായ കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിൽ ഓരോന്നായിട്ട് നമ്മൾ പുറത്തു കൊണ്ടുവരും, ഓരോന്നിനെയും അതിനെ ഇന്ത്യൻ ഭരണഘടനയിൽ ഊന്നി തന്നെ അതിന്റെ തിരുത്തലുകൾ കണ്ടെത്തുകയും തിരുത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം. അതിനെ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നത്.